അധ്യായം 1. താൻ വിശ്വസിച്ചാലുമില്ലെങ്കിലും ഇത് സത്യമാണ് ഋഷിൻ. ഋഷി കണക്റ്റായ കോളിന്റെ മറുപുറത്തു നിന്നും ആവർത്തിച്ചുള്ള വിളി കേട്ടതും ഒന്ന് മിണ്ടാൻ പോലും ആവാതെ നിന്നിരുന്ന ഋഷിൻ ബോധം വീണ്ടും കിട്ടിയ പോലെ ഫോൺ ഒരിക്കൽ കൂടെ കാതോട് ചേർത്തു. ഋഷി, എടോ, താൻ കേൾക്കുന്നുണ്ടോ? വീണ്ടും മറുതലയ്ക്കൽ നിന്നും ആ ശബ്ദം ഉയർന്നു കേട്ടു. അബ്രാം, നീ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? തന്റെ ഫ്രണ്ടും ബാങ്ക് മാനേജറുമായ അബ്രാമിന്റെ വായിൽ നിന്നും അല്പം മുമ്പേ താൻ കേട്ട വിവരം വിശ്വസിക്കാനാകാത്ത മട്ടിൽ ഋഷിൻ ചോദിച്ചത് കേട്ട് അബ്രാം ഒന്ന് നിശ്വസിച്ചു. ഈ വക കാര്യങ്ങളൊക്കെ തമാശയായി പറയാൻ എനിക്ക് പറ്റുന്നില്ല ഋഷി. ലിറ്ററലി യു ഗോട്ട് ഓൾ യുവർ ബെസ്റ്റ് ബാക്ക് മാൻ. കാര്യം 100% കൺഫേം ആണ്. ഞാൻ ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് നിന്നെ ഇപ്പോൾ വിളിക്കുന്നത്. അബ്രാം പറഞ്ഞത് കേട്ട് ഋഷി കരയണോ ചിരിക്കണോ എന്നറിയാൻ വയ്യാത്ത ഭാവത്തിൽ നിന്ന് പോയിരുന്നു. എനിക്ക് ശരിക്കും ഇത് വിശ്വസിക്കാനാവുന്നില്ല അബ്രാം. എന്നാലും ഇതെങ്ങനെ? അത്ഭുതം വിട്ടുമാറാത്ത സ്വരത്തിൽ ഋഷിൻ ചോദിച്ചു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് താൻ YNC കമ്പനിയുടെ കുറെ ഷെയർ വാങ്ങി തോന്നുന്നുണ്ടോ? ആ കമ്പനി അന്ന് ഷെയർ മാർക്കറ്റിൽ കൂപ്പ് കുത്തിയെങ്കിലും ഇന്ന് ആ ഇൻവെസ്റ്റ്മെന്റ് പല മടങ്ങ് വർദ്ധിച്ചു. ഞാൻ അന്നേ പറഞ്ഞില്ല ഋഷി, ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു റോളർ കോസ്റ്റർ പോലെയാണ്. നമ്മൾ ക്ഷമയോടെ കാത്തിരുന്നാൽ നമുക്ക് ഇന്നലെ വന്ന നഷ്ടത്തിന്റെ 10 മടങ്ങ് ഇന്ന് നേടാനാവും. ഒറ്റ രാത്രി കൊണ്ട് രാജാവാകുന്ന മന്ത്രം എന്നൊക്കെ പറയില്ലേ, അതുപോലാണിത്. ഇപ്പൊ കണ്ടോ, ശരിക്കും പറഞ്ഞാൽ തന്റെ ഇപ്പോഴത്തെ ബാങ്ക് ബാലൻസ് വെച്ച് കമ്പയർ ചെയ്താൽ തന്റെ മുത്തച്ഛന്റെ വക കുടുംബ സ്വത്ത് മുഴുവൻ കൂട്ടിയാലും ഇതിന്റെ 7 ഇലത്തില്ല. അന്ന് തന്റെ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ലോസ് വന്നെന്ന് പറഞ്ഞല്ലേ ഫാമിലി തന്നെ തള്ളി പറഞ്ഞത്. ഇപ്പൊ കണ്ടോ, എല്ലാം തലകിടെ വന്നത്. അബ്രാം പറഞ്ഞത് കേട്ട് ഋഷിക്ക് തന്റെ ഉള്ളിലെ സന്തോഷം അടക്കാനാവുന്നുണ്ടായിരുന്നില്ല. അബ്രാം, താങ്ക് യു സോ മച്ച്. ഈ സന്തോഷ വാർത്ത വിളിച്ച് പറഞ്ഞതിന് എനിക്ക് ശരിക്കും ഇപ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അത് പറയുമ്പോൾ ഏറെ നാളുകൾക്ക് ശേഷം ഋഷിന്റെ ഉള്ളിൽ നിറച്ച സന്തോഷം അവന്റെ കണ്ണുകളെ ചെറിയ തോതിൽ ഇറനണിയിച്ചിരുന്നു. എന്നോട് താങ്ക്സ് പറയേണ്ട കാര്യമൊന്നുമില്ല ഋഷി. ഞാൻ ജസ്റ്റ് വിവരം അറിഞ്ഞപ്പോൾ തന്നെ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. യു ജസ്റ്റ് താങ്ക് ഗോഡ് ഋഷി. അബ്രാം ശാന്തസ്വരത്തിൽ പറഞ്ഞത് കേട്ട് ഋഷി ഒന്ന് ചിരിച്ചു. എന്നാലും ഈ സന്തോഷ വാർത്ത എന്നെ അറിയിച്ചതിന് നിന്നോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല അബ്രാം. താങ്ക് യുടാ. അല്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ. താൻ എപ്പോഴാ തന്റെ മുത്തച്ഛനെ പോയി കാണുന്നത്? നെഞ്ച് പിരിച്ച് തന്റെ തീരുമാനം എന്തുമാത്രം റൈറ്റ് ആയിരുന്നു എന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഋഷി ഇന്നൊന്നും താങ്ക്സ് പറഞ്ഞ് നിർത്തില്ലെന്ന് കണ്ടതും വിഷയം മാറ്റാനെന്ന പോലെ അബ്രാം ചോദിച്ചു. അത് കേട്ട് ഋഷിയുടെ ഭാവം ചെറുതായി മാറി. അതുവരെ ചിരിയോടെ നിന്ന് അവന്റെ മുഖത്ത് ചിരി ഏകദേശം മാഞ്ഞു. തന്റെ ഷെയർ ഉണ്ടായിരുന്ന കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ തകർന്നപ്പോൾ മുത്തച്ഛൻ തന്നെ ഒന്നിനും കൊള്ളാത്തവരെന്നും ബുദ്ധിയില്ലാത്തവരെന്നും പൈസയുടെ മൂല്യം അറിയാത്ത തന്നിഷ്ടക്കാരനെന്നുമെല്ലാം പറഞ്ഞ് തറവാട്ടിൽ നിന്നും പുറത്താക്കി പടിയടച്ച് പിണ്ടവച്ച ആ ദിവസം ഓർത്തതും ഋഷി അറിയാൻ വല്ലാതായി. അബ്രാം, നീ എനിക്കൊരു സഹായം ചെയ്യാമോ? ചെറിയൊരു വല്ലായ്മയോടെ ഋഷി ചോദിച്ചു. എന്താ ഋഷി? അബ്രാമിന്റെ ജിജ്ഞാസ. അബ്രാം, ഇഫ് യു ഡോണ്ട് മൈൻഡ്. എന്താണെന്ന് വെച്ചാൽ നേരെ ചോദിക്കും ഋഷി. എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു തരുമെന്ന് നിനക്കറിയാലോ. അബ്രാം പറഞ്ഞത് കേട്ട് ഋഷി ഒന്ന് വിശ്വസിച്ചു. അത് പിന്നെ ഈ കാര്യം ആരും അറിയണ്ട, എസ്പെഷ്യലി എന്റെ ഫാമിലി മെമ്പേഴ്സും മുത്തച്ഛനും. പ്ലീസ്, ഇതെന്റെ ഒരു റിക്വസ്റ്റ് ആണ്. കാരണം നീ ചോദിക്കരുത്. പാസ്റ്റൊക്കെ ഓർക്കുമ്പോൾ സോ പ്ലീസ്. ഋഷി പറഞ്ഞു നിർത്തിയതും അബ്രാം ഏകദേശം അവന്റെ അവസ്ഥ മനസ്സിലാക്കിയ പോലെ ഒന്ന് മൂളി. ഞാനായിട്ട് ആരോട് പറയില്ല ഋഷി. താൻ കൂളായിട്ടിരിക്കെ. തനിക്ക് തന്നെ ഇപ്പോഴത്തെ കറണ്ട് അക്കൗണ്ട് ബാലൻസ് എത്രയാണെന്ന് കേൾക്കണോ? അബ്രാം ആവേശത്തോടെ ചോദിച്ചു. ഋഷി എന്തെങ്കിലും മറുപടി പറയാൻ തുടങ്ങും മുമ്പേ ഋഷിയുടെ റൂമിന്റെ ഡോറിൽ ശക്തമായ മുഖം കേട്ടു. വേണ്ട അബ്രാം, അത് ഞാൻ പിന്നെ ചെക്ക് ചെയ്തോളാം. എന്നാ പിന്നെ വിളിക്കാം, ഇപ്പൊ ചെറിയൊരു തിരക്കുണ്ട്, ബൈ. അത്രമാത്രം പറഞ്ഞ് മറുപടിക്കായി കാക്കാതെ അവൻ ഫോൺ കട്ട് ചെയ്തു. ഋഷി പെട്ടെന്ന് പോയി ഡോർ തുറന്നതും ദേഷ്യത്തിൽ വിറച്ചു നിൽക്കുന്ന ഋഷിയുടെ അമ്മായിയമ്മ ദേവയാനി അമ്മയെ കണ്ടു. അവിടെ ആ കഴുകാനുള്ള പാത്രമൊക്കെ അതുപോലെ നീ ഇവിടെ വന്ന് വാതിൽ അടച്ചിട്ട് എന്തെടുക്കായിരുന്നു? ഋഷിയെ കണ്ടതും ദേവയാനി അമ്മ ദേഷ്യത്തോടെ ചോദിച്ചു. അത് അമ്മായി, ഒരു പാത്രത്തിന്റെ വക്ക് കൊണ്ട് എന്റെ കൈ ചെറുതായി എന്ന് പറഞ്ഞു. അത് ഡ്രസ് ചെയ്തിട്ട് ബാക്കി കഴുകാമെന്ന് ഓർത്ത് ബാൻഡേജ് എടുക്കാൻ വന്നതാ. ഋഷി പറഞ്ഞത് കേട്ട് ദേവയാനി അമ്മ അവനെ കണ്ടിച്ചൊന്ന് നോക്കി. അതുകൊള്ളാം, പാത്രത്തിന്റെ വക്കൊക്കെ കൊണ്ട് നീ എങ്ങനെ കൈയൊക്കെ മുറിക്കുന്നേ? നിന്നെയൊക്കെ മണ്ടനെന്ന് വിളിച്ചാൽ കുറഞ്ഞു പോകും. എന്നാലും വേറെ ആരെയും കിട്ടാഞ്ഞിട്ടാണോ എന്റെ ലച്ചുമോൾ നിന്നെ തന്നെ വിവാഹം കഴിച്ചത്? ഛേ, എന്റെ മോളുടെ വിധി, അല്ലാതെ എന്ത് പറയാനാ? ദേവയാനി അമ്മ അരിച്ചത്തോടെ പറഞ്ഞത് കേട്ട് ഋഷിയുടെ മുഖം ചുളിഞ്ഞു. ദേഷ്യം തോന്നിയെങ്കിലും അവരോട് എന്തെങ്കിലും മറന്നു പറയാൻ അവന് തോന്നിയില്ല. എന്തുമാത്രം സർക്കാർ ഉദ്യോഗസ്ഥർ വന്ന് ചോദിച്ചതാ എന്റെ മോളെ? ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. ഈ നിമിഷം അവൾ നിന്നെ ഉപേക്ഷിച്ച് വന്ന കല്യാണം കഴിക്കാൻ പൈസക്കാരൻ പയ്യന്മാർ മണി പോലെ ക്യൂ നിൽക്കും എന്റെ കൊച്ചിന് മുമ്പിൽ. എന്നിട്ടും അവൾ ഈ വേലയും കൂലിയും കഴിവില്ലാത്ത നിന്നെ തന്നെ തിരഞ്ഞു പിടിച്ച് കിട്ടിയത് എന്തിനാണാവോ? ആ പറഞ്ഞിട്ടെന്താ കാര്യം? കുഴി ചാടിപ്പോയില്ലേ? അതൊക്കെ പോട്ടെ, നീ എന്നിട്ടാണ് ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത്? വേലയും കൂലി ഇല്ലാതെ വീട്ടിൽ വലിഞ്ഞു കയറി വന്നത് പോരാഞ്ഞ് പണിയെടുക്കാൻ പറഞ്ഞ ഒരു തേങ്ങ ചെയ്ത റൂമിൽ കയറി ആടിയിരുന്നോളൂ. അതിനും വേണം ഒരു തൊലിക്കട്ടിയൊക്കെ. ദേവയാനി അമ്മ ആവശ്യത്തിലധികം പുച്ഛം കലർന്ന സ്വരത്തിൽ പിറുപിറുത്തുകൊണ്ടിരുന്നത് കേട്ട് ഋഷിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നെങ്കിലും അവൻ അതൊന്നും പുറത്ത് കാണിച്ചില്ല. ഓഹ്, മാസാമാസം ഇവിടെ നിൽക്കുന്നതിന് പൈസ കൊടുക്കുന്നതും എന്ത് ചെറിയ കാര്യത്തിന് വിളിച്ചാൽ പോലും ഒരു മടിയും കൂടാതെ സഹായിക്കുന്നതും ഒന്നും ഇവിടെ ഈ ലിസ്റ്റ് വരില്ല. ദൈവമേ, എന്തെങ്കിലും പറഞ്ഞോട്ടെ. ഇനി ഇതിന് മറുപടി പറഞ്ഞിട്ട് എന്തിനാ വെറുതെ? അല്ലെങ്കിൽ ശ്രീലു എന്നോട് ഇപ്പോൾ എന്തോ അകൽച്ചയുണ്ട്. ഇനി ഞാൻ ഈ അമ്മയുടെ അടുത്ത് വഴക്കുണ്ടാക്കിയെന്ന് കൂടെ ശ്രീലു കേട്ടാ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. ഋഷിൻ ഒരു നിമിഷം തന്റെ ഭാര്യ ശ്രീലക്ഷ്മി ഓർത്തുകൊണ്ട് ദേവയാനി അമ്മയുടെ സംസാരത്തിന് ചെവി കൊടുക്കാതെ കിച്ചണിലേക്ക് പോകാനായി തുനിഞ്ഞു. ഓ, പോകുന്ന പോക്കണ്ടാ തോന്നും 100 കൂട്ടം പണിയുള്ള ഏതോ വലിയ മാനേജറാണ്. പാവ എന്റെ മോൾക്ക് ആ കമ്പനിയിൽ ഒരു ജോലി ഇല്ലായിരുന്നെങ്കിൽ. ഇവനൊക്കെ എങ്ങനെ കഴിഞ്ഞു കൂടിയാൽ എന്റെ ദൈവമേ. ആണുങ്ങളായ അധ്വാനിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരണം, അല്ലാതെ ഇതുപോലെ വീട്ടിൽ ചുമ്മാ ഇരിക്കല വേണ്ടത്. ഋഷിയെ വിടാൻ ഭാവമില്ലാത്ത പോലെ ദേവയാനി അമ്മ പറഞ്ഞത് കേട്ട് സഹികെട്ട ഋഷി അവർക്ക് നേരെ തിരിഞ്ഞു. ഞാൻ വെറുതെ ഇരിക്കുവല്ലോ അമ്മായി, എന്നെ കൊണ്ട് പറ്റുന്ന പോലെ സഹായം ഞാൻ ചെയ്യുന്നില്ലേ? ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് അമ്മായി പറയുന്നത്? ഋഷി ദേഷ്യമെല്ലാം പാടെ മറച്ചുകൊണ്ട് ശാന്തസ്വരത്തിൽ അവരോട് ചോദിച്ചു. എന്താ ഞാൻ നേരത്തെ പറഞ്ഞത് നീ കേട്ടില്ലേ? ഭർത്താക്കന്മാരായ പുറത്ത് പോയി അധ്വാനിച്ച് 4 കാശ് സമ്പാദിക്കണം. നിനക്ക് പറ്റുമെങ്കിൽ കുറച്ച് കാശ് സമ്പാദിച്ച് എന്റെ മോളെ സഹായിക്കാൻ നോക്ക്. പാവം എന്റെ കുഞ്ഞ് എന്ത് മാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയൂ. ദേവയാനി അമ്മ പറഞ്ഞത് കേട്ട് ഋഷി ഒന്ന് തലയാട്ടി. ഇനി അധികകാലം ശ്രീലു ഇങ്ങനെ ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടേണ്ടി വരില്ല. ഞാൻ എത്ര രൂപ വേണമെങ്കിലും ശ്രീലുവിന് വേണ്ടി ചിലവാക്കും. മറുപടിയായി താഴ്ന്ന സ്വരത്തിൽ ഋഷി പറഞ്ഞത് കേട്ട് ദേവയാനി അമ്മ ചുണ്ട് കൂട്ടി അവനെ നോക്കി പുച്ഛിച്ചു. അതിന് ചിലവാക്കാൻ നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? ഒരു പൈസയുടെ ഗതി ഇല്ലെങ്കിൽ ഈ കണക്കിന് ഡയലോഗ് അടിക്കാൻ യാതൊരു നാണോ കാണിക്കരുത് കേട്ടല്ലോ.
പുച്ഛം നിറഞ്ഞ ദേവയാനിയമ്മയുടെ സംസാരം കേട്ട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നിയതുകൊണ്ടോ എന്തോ ഋഷി ഇത്തവണ മറുപടിയൊന്നും പറയാതെ കേവലം അവരുടെ കണ്ണുകളിലേക്ക് മാത്രം നോക്കി. നോക്കണ്ട, ഇങ്ങനെ 4 കാശിന് ഉപകാരം ഇല്ലാഞ്ഞിട്ടും നിന്നെ ഇവിടെ ഇറക്കി വിടാത്തത് എന്റെ മോൾക്ക് നിന്നെ ഇഷ്ടമായത് മാത്രം. പിന്നെ അവളിപ്പോ ആ കൊമ്പത്തെ CEO പോസ്റ്റിൽ തുടരുന്നതുകൊണ്ട് ഡിവോഴ്സ് ചെയ്ത് പേര് ദോഷം കേൾപ്പിക്കാനും പറ്റില്ല. നിന്നെ അല്ലാതെ വേറെ ഒരാൾ അവൾ ഇനി കെട്ടത്തൂല എന്നുള്ളത് എനിക്ക് നല്ല പോലെ അറിയാം. അതുകൊണ്ട് ഞാൻ എന്റെ സങ്കടം പറഞ്ഞു പറഞ്ഞ് എന്റെ മോളെ ഉപേക്ഷിക്കുമെന്ന വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ ഓർത്തോ, നിനക്കേ നഷ്ടം കാണും. ദേവയാനി അമ്മ താക്കിതെന്ന പോലെ പറഞ്ഞത് കേട്ട് ദേഷ്യം തോന്നിയെങ്കിലും അതെല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ട് ഋഷി അവരുടെ മുഖത്ത് നിന്നും തന്റെ നോട്ടം പിൻവലിച്ചു. അമ്മയുടെ മോളെ ഉപേക്ഷിക്കാൻ ഞാനല്ലാതാവണം. അവളെ എനിക്ക് എന്തുമാത്രം ഇഷ്ടമാണെന്ന് പറഞ്ഞു തരാനെന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എന്റെ ജീവൻ പോയാലും ഞാൻ എന്റെ ശ്രീലുവിനെ വേണ്ടെന്ന് വെക്കില്ല. ഋഷി മനസ്സിലോർത്തു. ആ നിമിഷം ശ്രീലക്ഷ്മിയെക്കുറിച്ചുള്ള ഓർമ്മകൾ കാരണമോ എന്നോ ഋഷിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അത് കണ്ടതും ആ പുഞ്ചിരിയുടെ കാരണം മനസ്സിലാക്കിയെങ്കിലും ചുണ്ട് കൂട്ടിക്കൊണ്ട് ദേവയാനി അമ്മ ഋഷിയുമായി കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ലാത്ത പോലെ തന്റെ റൂം ലക്ഷ്യമാക്കി തിരികെ നടന്നു. ഋഷി അല്പസമയത്തിനുള്ളിൽ തന്നെ അടുക്കളയിലെത്തി ബാക്കി പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് കിച്ചൺ ക്ലീൻ ചെയ്യുമ്പോഴെല്ലാം അവന്റെ മനസ്സിൽ ചിന്തകളുടെ വേലിയേറ്റമായിരുന്നു. ഞാൻ ആദ്യമേ എന്നെപ്പറ്റിയെല്ലാം ശ്രീലുവിനോട് പറയേണ്ടതായിരുന്നു. അന്നത്തെ അതിര് കവിഞ്ഞുള്ള സാമ്പത്തിക സ്ഥിതിയും വലിയ അറിയപ്പെടുന്ന തറവാട്ടിലെ സന്തതിയാണെന്നുള്ള സത്യവുമെല്ലാം ശ്രീലു അറിഞ്ഞാൽ അവൾ തന്നെയും തന്റെ ഇഷ്ടത്തെയും പണക്കാരൻ പയ്യന്റെ നേരം പോക്കായി കണ്ട് റിജക്ട് ചെയ്താലോ എന്ന് കരുതി. എന്നെപ്പറ്റി സത്യങ്ങളൊന്നും അവളോട് പറയാഞ്ഞത് ഭയങ്കര കഷ്ടമായി പോയി. ഇനിയിപ്പോ എങ്ങനെയാ അവളോട് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയുക? ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. അങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് 10 മിനിറ്റിനകം തന്റെ കിച്ചണിലെ പണിയെല്ലാം തീർത്ത് ഋഷി ഹാളിൽ തിരിച്ചെത്തി. ക്ലോക്കിൽ സമയം നോക്കിയപ്പോൾ 5 മണിയായെന്ന് കണ്ടതും അവന്റെ കണ്ണൊന്നും വിടർന്നു. ആഹാ, ശ്രീലു വരാറായല്ലോ. ഋഷി സ്വയമേ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ് റൂമിലേക്ക് നടക്കാൻ തുനിഞ്ഞതും കോളിംഗ് ബെല്ലിൽ ശബ്ദം കേട്ടവൻ പെട്ടെന്ന് ചെന്ന് ഡോർ തുറന്നു. ഗുഡ് ഈവനിംഗ് ശ്രീലു. ഡോർ തുറന്ന് ശ്രീലക്ഷ്മിയെ കണ്ടതും നിറഞ്ഞ ചിരിയോടെ ഋഷി പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി ഒന്ന് ചിരിച്ചതായി വരുത്തി ഉള്ളിലേക്ക് കയറി. അയ്യേ, ഇത് എന്ത് വേഷത്തിലാണ് ഋഷി താനിത്? ശ്രീലക്ഷ്മിയുടെ കൂടെ അങ്ങോട്ട് വന്ന അവളുടെ ഉറ്റ സുഹൃത്തായ മീനാക്ഷി ഋഷിയെ കണ്ടതും ഉറക്കെ തന്നെ ചോദിച്ചു. അത് കേട്ട് ഋഷി ഒരു നിമിഷം എന്ത് പറയുമെന്നറിയാതെ പകച്ചു നിന്നുപോയി. എന്താ ഋഷി ഇത്? തനിക്ക് ഇവിടെ ഇടാൻ നല്ല ഡ്രസ്സൊന്നും ശ്രീലക്ഷ്മി വാങ്ങി തരുന്നില്ലേ? കളിയാക്കം പോലെയുള്ള മീനാക്ഷിയുടെ ചോദ്യം കേട്ട് സോഫയിൽ ഇരുന്നുകൊണ്ട് ശ്രീലക്ഷ്മിയും ഋഷിയെ തിരിഞ്ഞു നോക്കി. അയ്യോ, അങ്ങനെയൊന്നുമില്ല. കിച്ചണിൽ കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു. അത് ചെയ്തപ്പോൾ അങ്ങനെ മുഷിഞ്ഞു പോയ ഡ്രസ്സ്. തന്നെ സ്വയം ഒന്ന് നോക്കി നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ട് ഋഷി പറഞ്ഞത് കേട്ട് മീനാക്ഷി പൊട്ടിച്ചിരിച്ചു. ശ്രീലക്ഷ്മി, നീ കേട്ടില്ലേ? ഈ വീട്ടുജോലികൾ നിന്റെ ഭർത്താവിന്റെ ഡ്രസ്സിനെയും വൃത്തിയെയും നന്നായി ബാധിക്കുന്നുണ്ട്. നിനക്ക് ഋഷിയെ മാറ്റി അല്പം കൂടെ വൃത്തിയും എഫിഷ്യന്റുമായ വല്ല സർവൻസിനെ നോക്കിക്കൂടെ ശ്രീലക്ഷ്മി? കളിയാക്കിയുള്ള ചിരിയോടെ മീനാക്ഷി പറഞ്ഞത് കേട്ട് അതുവരെ സോഫയിലിരുന്ന ശ്രീലക്ഷ്മി ഋഷിയുടെ കൈ പിടിച്ച് വലിച്ച് അവനെ തന്റെ നേർക്ക് തിരിച്ചു. അതിന് തോന്നുമ്പോൾ സർവൻസിനെ വെക്കാനും തിരിച്ചുവിടാനും ഞങ്ങൾ നിന്നെ പോലെ ലക്ഷപ്രഭുക്കളല്ല മീനാക്ഷി. ഋഷിയുടെ നേർക്ക് തിരിയും മുമ്പേ മീനാക്ഷിയോടായി തമാശ പോലെ ശ്രീലക്ഷ്മി പറയുമ്പോഴെല്ലാം ഋഷിയുടെ കണ്ണുകൾ ശ്രീലുവിന്റെ കുഞ്ഞു മുഖത്തോടെ ഓടി നടക്കുകയായിരുന്നു. അവളുടെ ആ കുഞ്ഞു കൺമഷി എഴുതിയ കണ്ണുകളും ചെറിയ റെഡ് ലിപ്സ്റ്റിക് ഇട്ട വിടർന്ന ചുണ്ടുകളും നീണ്ട മൂക്കുമെല്ലാം ദിനംപ്രതി അവളുടെ ഭംഗി ഇരട്ടിയാക്കുന്ന പോലെ തോന്നി ഋഷിക്ക്. ഋഷി പെട്ടെന്ന് ശ്രീലക്ഷ്മിയുടെ വിളി കേട്ടതും സ്വപ്നലോകത്ത് നിന്നെന്ന പോലെ ഋഷി ശ്രീലക്ഷ്മിയുടെ വാക്കുകൾ ശ്രദ്ധിച്ചു. എന്താ ശ്രീലു, താൻ ഇട്ടിരിക്കുന്ന ഷർട്ട് ദയവ് ചെയ്തൊന്ന് മാറ്റൂ പ്ലീസ്. ഭയങ്കര ബോറായിട്ടുണ്ട്. ആരെങ്കിലും വീട്ടിലേക്ക് വന്നിട്ടുണ്ടെന്ന് കണ്ടാലെങ്കിലും അതൊന്ന് പോയി ചേഞ്ച് ചെയ്തു ഋഷി. ഋഷിയെ നോക്കി ശ്രീലക്ഷ്മി പറഞ്ഞത് കേട്ട് അവൻ തല താഴ്ത്തി. ഞാൻ മനഃപൂർവ്വമല്ല ശ്രീലു, ഒരു മിനിറ്റ്, ഞാൻ പോയി ചേഞ്ച് ചെയ്തിട്ട് വരാം. കുഞ്ഞുങ്ങളെ പോലെ നിഷ്കളങ്കമായി അത്രയും പറഞ്ഞുകൊണ്ട് ഋഷി പെട്ടെന്ന് റൂമിലേക്ക് നടന്നതും എന്തോ ശ്രീലക്ഷ്മിക്ക് ചെറിയൊരു വിഷമം തോന്നി. പക്ഷേ അതൊന്നും കാര്യമായി പുറത്ത് കാണിക്കാതെ ശ്രീലക്ഷ്മി നേരെ സോഫയിൽ വന്നിരുന്നു. പിന്നാലെ തന്നെ മീനാക്ഷിയും അവൾക്കടുത്ത് വന്നിരുന്നു. എന്താ ശ്രീലക്ഷ്മി ഇത്? നിനക്ക് വേറെ ആരെയും കിട്ടാഞ്ഞിട്ടാണോ ഈ ഒന്നിനും കൊള്ളാത്ത പൊട്ടനൊക്കെ കിട്ടിയത്? മീനാക്ഷിയുടെ ആ ചോദ്യം അത്ര ദഹിച്ചില്ലെങ്കിലും ശ്രീലക്ഷ്മി മറുപടിയായി എന്തോ കുറ്റം ചെയ്തവളെ പോലെ തലതാഴ്ത്തി നിന്നതേണ്ടായിരുന്നു. ഇവനെ നീ എന്ത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെന്ന് എനിക്കൊട്ടും മനസ്സിലാവാത്തത്. കാണാൻ കോലമുണ്ടെങ്കിലും ഇങ്ങനെ ഒരു മന്ദബുദ്ധി, ഒരു ക്യാരക്ടർ ഇല്ലാത്ത മനുഷ്യൻ. എനിക്ക് ചിന്തിക്കാൻ കൂടെ വയ്യ. നിന്റെ എഡ്യൂക്കേഷൻ, ജോബ്, സൗന്ദര്യം ഒക്കെ വെച്ച് നിനക്ക് എത്ര ഗ്രേറ്റ് ആയ പാർട്ണറെ കിട്ടുമെന്ന് ഓർത്ത് നോക്ക്. ഋഷി പോയ വഴിയെ നോക്കിക്കൊണ്ട് മീനാക്ഷി പറഞ്ഞു. ഹേയ്, ഋഷി ഇങ്ങനൊന്നും ആയിരുന്നില്ല മീനാക്ഷി. അവൻ അടിപൊളിയായിരുന്നു. ഞാൻ ആഗ്രഹിച്ച എല്ലാമുള്ള ഒരു പെർഫെക്റ്റ് മാൻ. നല്ല കോൺഫിഡൻസും ബുദ്ധിയും എല്ലാം ഉള്ള ഒരു പേഴ്സൺ. 2 വർഷം മുമ്പേ വരെ അവൻ അങ്ങനെയായിരുന്നു. പക്ഷേ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ അവൻ ആകെ മാറി. എനിക്കറിയില്ല പെട്ടെന്ന് ഋഷിക്ക് എന്താ പറ്റിയതെന്ന്. അവന്റെ ഈ ബിഹേവിയർ ചേഞ്ച് കാരണം എനിക്ക് എന്തുമാത്രം സങ്കടമുണ്ടെന്ന് നിനക്കറിയാമോ? ശ്രീലക്ഷ്മി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞത് കേട്ട് മീനാക്ഷി പുരികം പൊക്കിക്കൊണ്ട് അവളെ നോക്കി. ഓ, അപ്പോ ഇതാണല്ലേ ലവ് കിൽസ് എന്ന് പറയുന്നത്? മീനാക്ഷി സാഹചര്യം തണുപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി ഒന്ന് ചെറുതായി ചിരിച്ചു. ലവ് കിൽ ചെയ്യാൻ അതിൽ ലവ് വേണ്ടേ മോളെ? ഇതിലെവിടെയും എനിക്കിപ്പോൾ ലവ് ഫീൽ ചെയ്യുന്നില്ല. ഋഷിയെ പണ്ടത്തെ പോലെ സ്നേഹിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. എക്സ്ക്യൂസ് മീ, അങ്ങനെയാണെങ്കിൽ നീ പിന്നെ എന്തിനാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്? നിനക്ക് ഡിവോഴ്സ് വാങ്ങിച്ചൂടെ? പെട്ടെന്നുള്ള മീനാക്ഷിയുടെ ചോദ്യം കേട്ട് ശ്രീലക്ഷ്മിയുടെ ഭാവം മാറി. അതിന്റെ ഒന്നും ആവശ്യമില്ല, നീ ഒന്ന് പോയേ. ഋഷി പഴയ പോലെ ആവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്തൊക്കെയായാലും അവൻ എന്റെ ഋഷിയല്ലേ. അതൊക്കെ വിട്. ഈ ടോപ്പിക്ക് മാറ്റിയില്ലെങ്കിൽ ഓരോ നോക്ക് ഞാനിപ്പോൾ കരയും. വേറെ വല്ലതും സംസാരിക്കാം നമുക്ക്. ശ്രീലക്ഷ്മി സങ്കടത്തോടെ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് ഹോളിലേക്ക് വരാൻ തുടങ്ങിയ ഋഷിയും ഉണ്ടായിരുന്നു. എന്തോ അതെല്ലാം കേട്ടപ്പോൾ ഋഷിക്ക് വിഷമം തോന്നി. അത് പോട്ടെ, ഞാൻ ഇനി അക്കാര്യം മിണ്ടുന്നില്ല. അല്ല, നീ നിന്റെ കമ്പനിയിൽ എന്ത് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? അതെന്താ ശ്രീലക്ഷ്മി? വിഷയം മാറ്റാനെന്ന പോലെ ശ്രീലക്ഷ്മി ഇവിടേക്ക് വരും മുമ്പേ തന്നോട് പറഞ്ഞ കാര്യം ഓർത്ത് മീനാക്ഷി ചോദിച്ചു. അത് ഞങ്ങളുടെ കമ്പനിക്ക് കഴിഞ്ഞ മാസമാണ് വലിയൊരു ക്ലയന്റിനെ കിട്ടിയത്. പക്ഷേ അവരുടെ ഡാറ്റാസ് കാൽക്കുലേറ്റ് ചെയ്തതിൽ കുറച്ച് മിസ്റ്റേക്ക് പറ്റി. ഞങ്ങളുടെ പ്രൊഡക്റ്റിൽ ഇപ്പോൾ അവർക്ക് വിശ്വാസം പോരാ. അതുകൊണ്ട് ഇപ്പോൾ നഷ്ടപരിഹാരമായി 7 കോടി രൂപ കൊടുക്കണമെന്ന് പറഞ്ഞേക്കുക. നിനക്കറിയാലോ എന്റെ കയ്യിൽ അത്രയൊക്കെ പൈസ എവിടെ നിൽക്കാനാ? കമ്പനി മൊത്തം ഇപ്പോൾ അത് തിരിച്ചു കൊടുക്കാൻ പാകത്തിനുള്ള ഒരു അവസ്ഥയിലല്ല. അപ്പോൾ ഇനി കുറഞ്ഞത് 4 കോടി രൂപയെങ്കിലും പുറത്തുനിന്ന് ആരെങ്കിലും കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അതും ഒരാഴ്ചയ്ക്കുള്ളിൽ കിട്ടണം. നടന്നില്ലെങ്കിൽ എന്റെ കമ്പനി മിക്കവാറും പാപ്പരാവും. സ്റ്റാഫിനെ എന്നെയൊന്നും പിന്നെ ആ കമ്പനി വെച്ചോണ്ടിരിക്കില്ല. ശ്രീലക്ഷ്മി ഒരു നെടുവീർപ്പോടെ പറഞ്ഞത് കേട്ട് മീനാക്ഷി കണ്ണും വിടർത്തി അവളെ നോക്കി. എന്തോന്ന്? ഒരാഴ്ച കൊണ്ട് 4 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ആളോ? അങ്ങനെ ഒരാളെ എങ്ങനെ കണ്ടുപിടിക്കും? ഇത്രയും രൂപ എങ്ങനെ സംഘടിപ്പിക്കുന്നത്? നിരാശ സ്വരത്തിൽ മീനാക്ഷി ചോദിച്ചത് കേട്ട് തനിക്കറിയില്ലെന്ന മട്ടിൽ ശ്രീലക്ഷ്മി കൈമലർത്തി കാണിച്ചു. ശ്രീലു, ഋഷിയുടെ പെട്ടെന്നുള്ള ആവലാതി നിറഞ്ഞ ശബ്ദം കേട്ടാണ് ഡ്രസ്സ് മാറി അവിടേക്ക് വന്ന ഋഷിയെ ശ്രീലക്ഷ്മി കാണുന്നത്. ഓഹ്, എന്റെ പൊന്ന് ഋഷി, പ്ലീസ്, എനിക്ക് ഇത്രയും നേരം മീനാക്ഷിയോട് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കണം. കുറച്ചു നേരം ഒന്ന് മാറി നിൽക്കാവോ പ്ലീസ്? താൻ പറഞ്ഞതൊക്കെ അവൻ കേട്ട് കാണുമോ എന്ന ചെറിയ പരിഭ്രമത്തോടെ ശ്രീലക്ഷ്മി പറഞ്ഞു. പെട്ടെന്ന് ശ്രീലക്ഷ്മി അങ്ങനെ പറഞ്ഞത് ഋഷിയെ ചെറിയ തോതിൽ വേദനിപ്പിച്ചെങ്കിലും കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ ഋഷി വേഗം തന്നെ എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ അവിടെ നിന്ന് റൂമിലേക്ക് നടന്നു. ഞാനുള്ളപ്പോൾ നിന്നെ എങ്ങനെ ശ്രീലു സഫർ ചെയ്യാൻ വിടുന്നത്?
4 കോടിയുടെ കാര്യം പറ്റുമെങ്കിൽ ഇപ്പോൾ തന്നെ ഫിക്സ് ചെയ്യണം. സ്വയം അത്രയും പറഞ്ഞുകൊണ്ട് ഋഷി ആരെയോ വിളിക്കാനായി ഫോൺ എടുത്തതും അതിലേക്ക് വന്നു കിടക്കുന്ന തന്റെ മുത്തച്ഛന്റെ മാനേജറുടെ ഒത്തിരിയധികം മിസ്ഡ് കോളുകളായിരുന്നു അവന്റെ കണ്ണിലുടക്കിയത്. ഇതെന്താ ഇയാൾ പതിവില്ലാതെ വിളിക്കുന്നത്? ഇനി മുത്തച്ഛൻ വല്ലാതെ അറിഞ്ഞിട്ട് വിളിക്കുന്നതാണോ? കാര്യം മനസ്സിലാവാതെ ഋഷി നിന്നതും ഫോൺ വീണ്ടും റിംഗ് ചെയ്തിരുന്നു. ഒന്ന് ആലോചിച്ചിരുന്നെങ്കിലും ഋഷി പെട്ടെന്ന് തന്നെ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ. ഋഷി സംശയത്തോടെ ഹലോ പറഞ്ഞ് മറുപടിക്കായി കാതോർത്തു. ഹലോ ഋഷി മോനെ, ഞാൻ എന്നെ മനസ്സിലായില്ലേ? അയാളുടെ ചോദ്യം കേട്ട് ഋഷി ഗൗരവത്തിലൊന്ന് മൂളി. എന്തെങ്കിലും വിളിച്ചത്? ഞാൻ മോന്റെ മുത്തച്ഛനെ ഫോൺ കൊടുക്കാം. എന്തിന്? ഹലോ, ഈ എവറിത്തിങ് ഫൈൻ? ആ, പ്രശ്നമൊന്നുമില്ല. പക്ഷേ നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. കാരണം എന്താണെന്ന് അറിഞ്ഞാലേ വരൂ എന്നാണെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഷെയർസ് എല്ലാം നിന്റെ പേർക്കാക്കേണ്ടത് അത്യാവശ്യമാണ്. എത്രയും പെട്ടെന്ന് നീ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരും. ഋഷിയുടെ ചോദ്യം കേട്ട് മറുപടി പറഞ്ഞത് മുത്തച്ഛനായിരുന്നു. തിരിച്ച് മറുപടി എന്തെങ്കിലും ഋഷിക്ക് അദ്ദേഹത്തോട് പറയാനാകും മുമ്പേ ആ ഫോൺ കോൾ നിലച്ചിരുന്നു. ആകെ സ്തബ്ധനായി പോയ ഋഷിയുടെ കാതിലാകെ മുഴങ്ങിക്കേട്ടത് മുത്തച്ഛൻ പറഞ്ഞ വാക്കുകളും ശ്രീലക്ഷ്മി പറഞ്ഞ വാക്കുകളുമായിരുന്നു. ഏറെ നേരം ചിന്തിച്ചിരുന്ന അവസാനം എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ ഋഷി ഫോൺ എടുത്ത് ആരുടെയോ നമ്പറിലേക്ക് ഡയൽ ചെയ്തു.